മൂന്നാം തവണയും LDF അധികാരത്തിൽ വരും. സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് CPM ചർച്ച തുടങ്ങിയില്ല. KK ശൈലജ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്ന് മുതിർന്ന CPM നേതാവ് KK ശൈലജ. ടേം വ്യവസ്ഥകൾ, സ്ഥാനാർത്ഥികൾ എന്നിവ സംബന്ധിച്ച ചർച്ച CPM തുടങ്ങിയിട്ടില്ലെന്ന് KK ശൈലജ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച ചർച്ചകളിൽ കാര്യമില്ല. തൻ്റെ പേര് മാത്രമല്ല പലരുടെയും പേരുകൾ പറയുന്നുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും പ്രചരിപ്പിക്കാമല്ലോ എന്നും KK ശൈലജ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KK ശൈലജ. ആധുനികമായി കേരളത്തെ വളർത്തിയെടുക്കുന്നതിന് ഈ മുഖ്യമന്ത്രി വളരെ സമർത്ഥമായി നേതൃത്വം നൽകി. ചർച്ചയിൽ അതും ആകാമല്ലോ. വ്യക്തിപരമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാറില്ല. മറ്റു ചില പാർട്ടികളിൽ അത് കാണാറുണ്ട്. മൂന്നാം തവണയും LDF വരും. സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന നയമാണ് കേന്ദ്രം സ്വീകരിച്ചത്. UDF എന്തടിസ്ഥാനത്തിലാണ് 100 സീറ്റ് എന്ന് പറയുന്നത്? എന്താണ് അവർക്ക് പ്രചരിപ്പിക്കാനുള്ളത്? കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിയപ്പോൾ UDF ഒന്നും ചെയ്തില്ല. ഒരക്ഷരം പറഞ്ഞിട്ടില്ല. UDFിൻ്റെ ലക്ഷ്യം ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്നതാണ്. ഇത്തവണ അധികാരത്തിൽ വന്നിട്ട് എന്താണ് ചെയ്യുക? വർഗീയ ശക്തികളുമായി കൂട്ടുപിടിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരാണെന്നും KK ശൈലജ പറഞ്ഞു. മുസ്ലിം പ്രീണനം, ക്രിസ്ത്യൻ പ്രീണനം എന്ന് പറഞ്ഞ് നുണ പ്രചരിപ്പിച്ച് ആളുകളെ ഞങ്ങളിൽ നിന്ന് അകറ്റുകയാണ്. മതന്യൂനപക്ഷത്തെ രാജ്യം സംരക്ഷിക്കേണ്ടതാണ്. വർഗീയ ന്യൂനപക്ഷത്തിന് എതിരാണ്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തെല്ലാം നുണയാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്? PPE കിറ്റ് അഴിമതി എന്ന് പറഞ്ഞ് തനിക്കെതിരെ പ്രചരിപ്പിച്ചില്ലേ എന്നും KK ശൈലജ പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെയും CPM നേതാവ് വിമർശിച്ചു. അതിജീവിതയോട് എന്തൊരു ക്രൂരതയാണ് രാഹുൽ ചെയ്തതെന്നും നേരത്തെ അറിഞ്ഞിട്ടും കോൺഗ്രസ് നേതാക്കൾ അത് പൂഴ്ത്തിവെച്ചെന്നും KK ശൈലജ കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ മനുഷ്യനെ കടിച്ചു കീറുന്ന ഇമ്മാതിരി പ്രവർത്തനമല്ലെന്നും KK ശൈലജ പറഞ്ഞു.